രാവിലെ സാരിയും ചുറ്റി ഒരു പേഴ്സും കുടയും മുറുകെ പിടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് ത്രേസ്യാമ്മ. അമ്മച്ചി ഇതെവിടെ പോവാ? നീരജ ചോദിച്ചു. ഡെന്നിയും അരുണയും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. പള്ളിയിലേക്ക് പ്രാർത്ഥിക്കണം, അച്ഛനെ കാണണം. ഞാൻ കൊണ്ടാക്കാം അമ്മച്ചി. സക്രിയ അവരുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, ആരെയും എനിക്ക് വിശ്വാസമില്ല. മക്കളെ ഡെന്നി, എൻ്റെ കണ്ണും മറയും മുന്നേ നിഷയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഞാൻ മിന്നുകെട്ടിന് ഡേറ്റ് എടുക്കാൻ പോവാ. ഈ ആഴ്ച തന്നെ ആ ചടങ്ങ് നടക്കണം. വല്യമ്മച്ചി, നമ്മുടെ കൊച്ച് പഠിക്കുവല്ലേ? എക്സാമിന് ഇനി 2 മാസം കൂടിയുണ്ട്. അത് കഴിഞ്ഞു മതി എല്ലാം. അവളെ നഴ്സാക്കാൻ വല്യപ്പച്ചൻ ആഗ്രഹിച്ചതല്ലേ, അതാദ്യം നടക്കട്ടെ. ഡെന്നി സമാധാനത്തിൽ പറഞ്ഞു. വേണ്ട, അതിയാൻ്റെ മോഹം അതവിടെ കിടക്കട്ടെ. പരീക്ഷ എഴുതണ്ട, പഠിപ്പും പത്രാസും ഒന്നും വേണ്ട. നീ എൻ്റെ കൊച്ചിനെ ഇവിടെ നിന്നും മുംബൈക്ക് കൊണ്ടുപോ. പേടിയാ എനിക്ക്. ഇത്രയും നാളും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിനെ നശിപ്പിക്കാൻ ഇനിയും ഇവിടെയുള്ള ചെന്നായ്ക്കൾ ശ്രമിക്കും. വല്യമ്മച്ചി സക്രിയെ നോക്കിയാണ് അത് പറഞ്ഞത്. അയാൾ തല താഴ്ത്തി പിടിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടമ്മച്ചി, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഒരാളെ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല. അവളെ പറയാൻ വന്നത് പകുതിയിൽ അവസാനിപ്പിച്ചു സക്രിയ. എന്താ അങ്കിൾ നിർത്തിക്കളഞ്ഞത്? നിഷയെ ഇത്രയ്ക്ക് വെറുക്കാൻ മാത്രം ആ പാവം എന്ത് തെറ്റാ ചെയ്തത്? അരുണയാണ് ചോദിച്ചത്. വല്യമ്മച്ചി മകൻ്റെ മുഖത്തെ ദയനീയ ഭാവം നോക്കി പുച്ഛത്തിൽ ചിരിച്ചു. അയാൾ സിറ്റൗട്ടിലേക്ക് നടന്നു. ഡേറ്റ് ഇപ്പം നോക്കണ്ടേ മക്കളെ? നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലേ? വല്യമ്മച്ചിക്ക് ഇനി ഒരു പേടിയും വേണ്ട. എൻ്റെ ആനിയെ തൊടുന്നത് ആരായാലും പിന്നെ അവൻ ജീവനോടെ കാണില്ല. അവൾ പഠിക്കട്ടെ, കുഞ്ഞല്ലേ. ഡെന്നി അവരുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ജാസ്മിൻ ഒടിഞ്ഞ വലത് കൈയും തൂക്കിയിട്ട് മറുകൈയിൽ ഒരു ബാഗും പിടിച്ച് ഹാളിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി. ഞാൻ പോവാ. ഇനിയും ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല. സൂസൻ ആൻറ്റി ഒന്നും സംസാരിക്കുന്നില്ല. മമ്മി എന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ വരും. മാപ്പാക്കണം. വല്യമ്മച്ചി അവളെ നോക്കാതെ ദൂരേക്ക് നോക്കി നിന്നു. ജാസ്മിൻ ആ വീടിൻ്റെ പടിയിറങ്ങി. വല്യമ്മച്ചി വാ, ഞാനും പള്ളിയിലേക്കാ, നമുക്കൊന്നിച്ച് പോകാം. ഡെന്നി കാറിൻ്റെ കീ എടുത്തു. അരുണ, ആനി ഉറക്കെ എഴുന്നേൽക്കുമ്പോൾ എന്നെ തിരക്കും. ആ, അത് ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ. ത്രേസ്യാമ്മ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നു. വല്യമ്മച്ചി, ആനി നമ്മുടെ മേരിയമ്മയുടെ മോളാണ് അല്ലേ? അവർ കണ്ണുകൾ വലിച്ചു തുറന്നു. മക്കളെ, ഇതിൽ വല്യപ്പച്ചൻ്റെ പങ്കെന്താ? എന്ത് ക്രൂരതയാണ് ചെയ്തത്? അവർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ കണ്ടെത്തും. എൻ്റെ ആനിക്ക് വേണ്ടപ്പെട്ട ആരേലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണം. അത് പറയാം മക്കളെ. ഇപ്പം എനിക്ക് വയ്യ. പക്ഷേ അത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂട്ടുകാരന് ഒപ്പം നിന്നു. ത്രേസ്യാമ്മ വിറയ്ക്കുന്നുണ്ട്. പതിയെ മതി. പക്ഷെ എല്ലാം മിന്നുകെട്ടിന് മുന്നേ എനിക്കറിയണം. പള്ളിക്ക് മുന്നിൽ വണ്ടി നിർത്തി. 2 പേരും ഇറങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് വല്യപ്പച്ചൻ്റെ കുഴിമാടത്തിൽ കുറച്ചു നേരം അവർ ഇരുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തമായില്ലേ ത്രേസ്യ കൊച്ചേ? വല്യമ്മച്ചി ചിരിയോടെ തലകുലുക്കി. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അരുണയുടെ കല്യാണം അങ്ങ് നടത്തിയാലോ? പെട്ടെന്ന് എങ്ങനെ നടത്തും? ചെക്കനെ കണ്ടെത്തണ്ടേ കൊച്ചനെ? ചെക്കൻ റെഡിയാ, ഡെന്നി പറഞ്ഞു. ആര്? ഹരികൃഷ്ണൻ. രണ്ടും ഇഷ്ടത്തിലാ. അവർക്ക് ബന്ധുക്കളായി ആരും ഇല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതങ്ങ് നടത്തി കൊടുക്കാം. എനിക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നവളാ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെണ്ണ്. ഹരിക്കും ദേവിയമ്മയ്ക്കും ഒപ്പം അവൾ ഹാപ്പി ആയിരിക്കും. ഞാനും അവരൊന്നിക്കാൻ ആഗ്രഹിച്ചിരുന്നു മക്കളെ. ഹരിമോൻ നല്ലവനാ, ദേവിയും. മുറ്റത്ത് കാറ് കയറുന്ന ശബ്ദം കേട്ടതും കിച്ചണിൽ നിന്ന് ദേവിയമ്മ ഓടി വന്ന് വാതിൽ തുറന്നു. ഷോ, കോളിംഗ് ബെൽ അമർത്താൻ സമ്മതിക്കില്ല അല്ലേ അമ്മ? മോളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ആണോ? അവൾ അകത്തേക്ക് കയറി. ഹാളിലാകെ കണ്ണുകൾ ഓടി നടന്നു. ഹരി ഉറക്കാണ് മോളെ. വേദനയുണ്ടാവും അല്ലേ? ചെക്കൻ വേദന സഹിക്കുന്ന കൂട്ടത്തിലല്ല. ഇത്ര വലുതായിട്ടും ഒരു പനി വന്നാൽ സൂചി വയ്ക്കാൻ വരെ അവന് പേടിയാ. അരുണ ചിരിച്ചു. നല്ല വിശപ്പ്, കഴിക്കാൻ എന്താ ഉള്ളേ? അവൾ വയറൊഴിഞ്ഞു. ഇലയടയാ, വാ. ഇഡ്ഡലി ചെമ്പിൽ നിന്നും 2 ഇലയട എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. കഴിക്ക്. ചെക്കന് വലിയ ഇഷ്ടാ. വേണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയതാ. പക്ഷേ കൊടുത്തപ്പോൾ ഒന്നിൻ്റെ പകുതിയേ കഴിച്ചുള്ളൂ. അതെന്താ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചവയ്ക്കാൻ പറ്റുന്നില്ലാത്രേ. കവിളിൽ നല്ല അടിയാ കിട്ടിയത്.
ദുഷ്ടൻ എൻ്റെ കൊച്ചിനെ. ഞാനോ കൃഷ്ണേട്ടനോ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല. അത് ഒരു സാധു മോളെ. ദേവിയമ്മയുടെ കണ്ണുകൾ സങ്കടത്തോടെ നിറഞ്ഞു. അയ്യേ, എൻ്റെ അമ്മ കരയാതെ. കർഷകൻ്റെ വേദനയൊക്കെ പെട്ടെന്ന് മാറും. ഇത് ചെയ്തവൻ്റെ കൈ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ആ വലത് കൈവച്ച് ചോറ് വാരി കഴിക്കാൻ അവൻ ഇത്തിരി കഷ്ടപ്പെടും. അരുണ കുറുമ്പോടെ പറഞ്ഞതും ദേവിയമ്മ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? അതിനു വേണ്ടി തമാശ ഞാൻ പറഞ്ഞോ? അത് മോളെ, പേടിത്തൊണ്ടൻ ചെക്കനും പുലിക്കുട്ടി പെണ്ണും. നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് ആരുടെ സ്വഭാവമായിരിക്കുമോ എന്തോ. അരുണ ദേവിയമ്മയെ ദയനീയമായി നോക്കി. അമ്മ, അതിനു മുന്നേ എല്ലാം ഉറപ്പിച്ചോ? എനിക്ക് ഈ മോളെ മതി. അവൾ പ്ലേറ്റ് കഴുകി വെച്ചു. ഞാനൊന്ന് ഹരിയെ കണ്ടിട്ട് വരാം. ഈവനിങ് കമ്മീഷണർ ഓഫീസ് വരെ പോകണം. ഈ കേസ് ക്ലോസ് ആയല്ലോ. അപ്പം മോള് തിരികെ മുംബൈക്ക് പോകുമോ? അവൾ കേൾക്കാത്തതുപോലെ നടന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ ബെഡിൽ ഹരി ഉണ്ടായില്ല. ചെക്കനെവിടെ? ഇനി ബാത്റൂമിൽ പോയോ? പുറകിൽ വാതിലടഞ്ഞതും അരുണയുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവനെ നോക്കാതെ അങ്ങനെ നിന്നു. അരുണിമ ഹരികൃഷ്ണൻ കൊള്ളാല്ലേ? പിന്നിൽ നിന്ന് ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഷോൾഡറിൽ താടി ഊന്നിയതും അരുണ തല ചരിച്ച് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ആണ്. പഴയ ഹരി എവിടെയോ പോയി. അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. അവളെ തിരിച്ചു നിർത്തി. നീ ഇനി തിരികെ തറവാട്ടിൽ പോകണ്ട കണ്ണ. ഹരിക്ക് പറ്റുന്നില്ല. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞു നടന്നു. ലവ് യു ഹരി. ഇഷ്ടായോ ചെക്ക? പക്ഷേ എനിക്കിത് പോരാ. ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കാത്തിരുന്നില്ലേ? അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ വേണം. എടുക്കട്ടെ? അവളുടെ തുടുത്ത ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞതും അരുണ അവനെ കൂർപ്പിച്ച് നോക്കി. പ്ലീസ് കണ്ണ. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. ഹരി താടി ഒഴിഞ്ഞു. അവന് ഏറ്റവും പ്രിയമായതിനെ പതിയെ തഴുകിയതും അരുണ പിടച്ചുപോയി. കണ്ണുകൾ വലിച്ചു തുറന്നു. ഹരി, എനിക്കിതാ വേണ്ടത്. ഒരുപാട് ഇഷ്ടം. പ്ലീസ്. അവൾ ആ മുഖത്തെ കള്ളച്ചിരിയിലേക്ക് നോക്കി സ്വയം മറന്നു നിന്നു. അവൻ്റെ ആഗ്രഹത്തിനൊപ്പം എരിവ് വലിച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. വേദനിച്ചോടി. ഒന്ന് ചുംബിച്ചോട്ടെ? അരുണയുടെ മിഴികൾ താഴ്ന്നു. ഞാൻ നോക്കില്ല, കണ്ണ് പൊത്തിക്കോളാം. നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഹേയ് എൻ്റെ പോലീസുകാരി, ഇത്രയുള്ളൂ? ഇഷ്ടമല്ലച്ചാ, ഇപ്പം വേണ്ട. കല്യാണം കഴിഞ്ഞാവാം. അപ്പോൾ എതിര് പറയില്ലല്ലോ. അതിന് കല്യാണം നടക്കുമോ? അവൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. എനിക്കിഷ്ടം ഈ ഹരിയുടേത് മാത്രമാകാൻ. ഇപ്പോഴേ സമ്മത. ഹരി അവളെ സൂക്ഷിച്ചു നോക്കി. നീ എന്താടി ഈ പറയുന്നേ? ഞാൻ അത്തരത്തിലുള്ള ആളാണോ? ഒരു മോഹം, അത്രമാത്രം. ബാക്കിയൊന്നും അതിലില്ല. പിന്നെ കല്യാണം എന്താ നടക്കാത്തെ? നീ എന്നെ തേച്ചിട്ട് പോവോ? അകന്ന് മാറി നിൽക്കുന്നവളെ ചുറ്റി പിടിച്ചു. പറയുകണ്ണ, എന്നെ വിശ്വാസമല്ലേ? നാളെ നമുക്ക് അങ്ങ് കെട്ടിയാലോ? ഹരി, എനിക്ക് ചിലത് പറയാനുണ്ട്. പുറത്തു പോയി സമാധാനത്തിൽ പറയാം എന്നൊക്കെയാ കരുതിയത്. പക്ഷെ ഇപ്പോൾ അതിന് പറ്റില്ലല്ലോ. അവളെ പിടിച്ച് ബെഡിലായിരുത്തി. ഞാൻ ഇവിടെ കിടന്നോട്ടെ? കുറുമ്പ് കാണിക്കും, സഹിച്ചേക്കണം. അരുണ ചിരിച്ചുപോയി. മരവാഴ കാണും പോലെ അല്ല അല്ലേടി? അവളുടെ മടിയിൽ തലവെച്ച് ആ പീലികൾ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി. പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ആരും ഒന്നും കേൾക്കില്ല. അവൾ ഹരിയുടെ നെറ്റിയിലെ മുറിവിൽ പതിയെ തഴുകി. ഞാൻ എന്നെക്കുറിച്ച് ഹരിക്കൊന്നും അറിയണ്ടേ? മമ്മ, പപ്പ, റിലേറ്റീവ്സ് അവരൊക്കെ എന്തിനാ? ഞാൻ നിന്നെയല്ലേ കെട്ടാൻ പോകുന്നത്. നീ IPS കാരിയാണ്, ഡെന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത്ര മാത്രം മതി, ഹരി പറഞ്ഞു. അവൻ്റെ മുടിയിൽ വിരൽ കടത്തി തഴുകുമ്പോൾ ചെറുതായി വെളിവായി കാണുന്ന അവളുടെ കുഞ്ഞു വയറ്റിൽ ഏറ് കണ്ണിട്ട് നോക്കി. അങ്ങനെയല്ല ഹരി, ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു അല്ലേ? അത് കഴിഞ്ഞു പോയതാ. ഇപ്പോൾ ഇല്ല എന്നർത്ഥം. ഭ്രാന്ത് ആർക്കും വരാം. ദേ, എനിക്കും വരാം. അരുണ പെട്ടെന്ന് അവൻ്റെ വായിൽ കൈവച്ചു. വേണ്ട ഹരി, ഞാൻ അനുഭവിച്ചതാ. ഒറ്റപ്പെട്ടു പോകും നമ്മൾ. പെട്ടെന്ന് ഷർട്ടിന് മേലെ കൂടി അവളുടെ അണിവയറ്റിൽ അവൻ ചുണ്ടമർത്തിയതും അരുണ പിടപ്പോടെ ബെഡിലേക്ക് മലർന്നു വീണു. അവൾക്കടുത്ത് ചേർന്ന് കിടന്നു. അരുണ എഴുന്നേൽക്കാൻ ഒരുങ്ങി. പ്ലീസ്. നീ ഇമോഷണലായപ്പോൾ അത് മാറ്റാൻ ചെയ്ത ഒരു പൊടിക്കയ്യ. ഇനി ചെയ്യില്ല. കയ്യിൽ തലതാങ്ങി അവളെ നോക്കിക്കിടന്നു. എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം. ജനിച്ചു വീണ അന്ന് മുതൽ ഇന്ന് ഇതുവരെയുള്ള അരുണയുടെ ജീവിതം. നീയായി ഇനിയൊന്നും പറയണ്ട.
അരുണ കണ്ണ് മിഴിച്ച് ഹരിയെ നോക്കി കിടന്നു. അവൻ ഒറ്റക്കണ്ണടച്ചു, ചുണ്ട് കൂർപ്പിച്ചു. തോന്നുവാ തരട്ടെ? അയ്യേ പോ ചെക്ക. അവൾ സന്തോഷത്തോടെ ചിരിച്ചു. ഹരി ആരാ പറഞ്ഞേ? ഡെന്നി അവനെ വിളിച്ചു. എന്തോ നിന്നെക്കുറിച്ച് ചോദിക്കണം എന്ന് തോന്നി. അങ്ങനെ അവൻ്റെ കുറുമ്പോടെയുള്ള നോട്ടം. പൊട കള്ള. അരുണ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. വന്ന് കിടക്കടി, നമുക്ക് ഓരോ തമാശ പറഞ്ഞിരിക്കാം. ഓ നിന്റെ തമാശ വല്ലാത്ത സാധനമാണ് കേട്ടോ. കൃഷി ഓഫീസർക്ക് ഒന്നും അറിയില്ല, പാവമാണ് എന്നൊക്കെയാ ദേവിയമ്മയുടെ വാദം. ഹരി ഉറക്കെ ചിരിച്ചു. നിനക്ക് എന്ത് തോന്നുന്നു? പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഞാൻ. തൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് തഴുകിക്കൊണ്ട് ഹരി പറഞ്ഞു. ഇത് പഠിപ്പൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് നടത്താൻ നിൽക്കുവാണെന്ന് എനിക്കല്ലേ അറിയൂ. ഹരി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എടാ ചെക്ക, അമ്മയുണ്ട്, സാരല്ല, നീ എനിക്ക് ക്ലാസ് തരുന്നതായി കരുതിക്കോളും. നല്ല വേദനയാടി, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ? ആ ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകും. നാളെ വരില്ലേ? ഒറ്റയ്ക്കിരുന്ന് വയ്യ, ഓഫീസിൽ പോകാമെന്ന് വെച്ചാൽ ഈ തലവേദന കാരണം അതിനും പറ്റുന്നില്ല. വരാം, ഇപ്പോൾ എൻ്റെ വാവ ഉറങ്ങിക്കോ. ഹരി കണ്ണടച്ച് ചിരിക്കുന്നു. ആ മറ്റൊരർത്ഥമില്ല, അരുണ പറഞ്ഞു. എനിക്ക് ഇത് തരുമോ എന്നാ? അവൾ അവൻ്റെ വായിൽ കൈവച്ച് അമർത്തി. ഷോ, ഈ ചെറുക്കൻ പിഴച്ചു പോയി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും അരുണ എഴുന്നേറ്റു. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചിരിയോടെ ഹരിയെ നോക്കി. ആരാടി? ഡെന്നിയ, വീട്ടിൽ വന്നിട്ടുണ്ടാവും. നിഷാനിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ താങ്ങാൻ പറ്റിയിട്ടില്ല. അതോർത്ത് രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല. രാവിലെയാണ് പുള്ളിക്കാരി ഉറക്കം പിടിച്ചത്. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഡെന്നി പള്ളിയിൽ പോയത്. നിന്നെ കാണാൻ തോന്നിയപ്പോൾ മമ്മി അവിടെ ഇരുത്തി ഞാനിങ്ങി പോന്നു. ഇപ്പം ചീത്ത കേൾക്കാം. പറയ് ഡെന്നി, നീ ഇത് എവിടെയാ? ഗൗരവത്തിലുള്ള അവൻ്റെ ശബ്ദം. അവളുടെ മുഖം ചുരുങ്ങി. ഓഫീസിൽ. ഓ, ഇപ്പോൾ ഓഫീസ് ഹരിയുടെ വീട്ടിലേക്ക് മാറ്റിയോ? എന്നു മുതലാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് തപ്പി തടയണ്ട, പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോ. ഇനി കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയാൽ മതി. അതെന്താടാ, നീയും നിഷാനിയും ഒരു വീട്ടിൽ താമസിക്കുന്നതോ? അവൾ കോൾ സ്പീക്കർ മോഡിലേക്ക് മാറ്റി. എന്നെ പോലെയാണോ അവൻ? ഈ സൈലൻ്റ് ആയിരിക്കുന്നവരെ സൂക്ഷിക്കണം. കയ്യിലിരിപ്പ് വളരെ മോശമായിരിക്കും. അരുണയ്ക്ക് ചിരി വന്നു. ഹരി കെറുവോടെ അവളുടെ കവിളിൽ ദന്തങ്ങൾ ആഴ്ത്തി. അരുണ ഒന്ന് ഏങ്ങി. ഇതാണ് ആ ചെക്കൻ. ആള് ശരിയല്ല പെണ്ണെ. പ്രേമമില്ലാത്തവൻ്റെ മനസ്സിൽ ഈ സാധനം വന്നാൽ പിന്നെ കയ്യിൽ നിൽക്കില്ല. ഡെന്നി ഫോൺ വെച്ചു. എൻ്റെ വാവ പിണങ്ങിയോ? മുഖം വീർപ്പിച്ച് ഫാനിൽ നോക്കി കിടക്കുന്നവൻ്റെ കവിളിൽ ചൂണ്ടു വിരൽ വെച്ച് കുത്തി. ഹരി, നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാവും. പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. മമ്മി നാളെ തന്നെ ഇങ്ങ് വരും. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വയറ്റിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു കിടന്നു. നിമിഷങ്ങൾക്ക് ശേഷം അരുണ എഴുന്നേൽക്കുമ്പോൾ ഹരി ഉറങ്ങിയിരുന്നു. ദേവിമേ, ഞാൻ പോട്ടെ. അമ്മ ഇന്ന് നീരജയെ വിളിക്കാം. പെട്ടെന്ന് കല്യാണത്തിന് ഡേറ്റ് എടുക്കാം. അവർ സങ്കടത്തോടെ തല താഴ്ത്തി. എന്താ അമ്മ? അത് മോളെ, ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. ഈ അമ്മയും മോനും മാത്രം. എനിക്ക് കൃഷി ഓഫീസറുടെ പേര് കൊത്തിയ താലി മാത്രം മതി. പിന്നെ എൻ്റെ അമ്മയും ഹരിയും. വിവാഹത്തെപ്പറ്റി സ്വപ്നം കണ്ടിട്ടില്ല. ഇവിടെ നിന്നാണ് ഹരി എൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയത്. അരുണ ഹാപ്പിയാണ്. ഈ വീട്ടിലേക്ക് വലതു കാൽ വെച്ച് കയറാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അരുണ ചുണ്ടുകൾ കടിച്ചമർത്തുന്നു. അയ്യേ, എൻ്റെ പുലിക്കുട്ടി കരയുവാണോ? അവൾ അവരുടെ മാറിലേക്ക് മുഖം ചേർത്തു. ദേവിയമ്മ വാത്സല്യത്തോടെ ആ നീളൻ തലമുടിയിൽ തഴുകി. എൻ്റെ മോൾക്ക് ഞാൻ അമ്മയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും.